ഹായ് എല്ലാവർക്കും വിഷ്ണുശാലിനിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ശാരിക പോകുന്നത് നോക്കി നിൽക്കുന്ന ശാരദാമ്മ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വിളക്ക് അണയാൻ പോകുന്നതാണ് കാണുന്നത്. അയ്യോ ദീപം എന്ന് പറഞ്ഞ് ഓടി വന്ന് അത് കെടാതെ നോക്കുകയാണ് ശാരദാമ്മയും ശാലിനിയും ശ്യാമയും. എന്നാൽ അതേസമയം കാറ്റ് നിൽക്കുകയാണ്, അതുകൊണ്ടൊന്ന് ആശ്വസിക്കുകയാണ് ശാരദാമ്മ. അന്നേരം ശാലിനിയുടെ ഫോൺ അടിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, ചേച്ചി ഇതേ ഫോൺ അടിക്കുന്നു. ശാരദാമ്മ പറയുകയാണ്, പൊയ്ക്കോ മോളെ, ഞാൻ നോക്കിക്കോളാം. ദേഷ്യപ്പെട്ട് ശാലിനി പറയുകയാണ്, അവൾക്കതൊന്ന് എടുത്തു തരാൻ വയ്യ. പ്രീതിയാണല്ലോ എന്നും പറഞ്ഞ് ഫോൺ എടുത്ത് ശാലിനി ചോദിക്കുകയാണ്, എന്താ പ്രീതി? അന്നേരം കരഞ്ഞുകൊണ്ട് പ്രീതി പറയുകയാണ്, ശാലിനി, അർജുനേട്ടന് നല്ല പനിയുണ്ട്, ഡോക്ടറെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ശാലിനി പറയുകയാണ്, അയ്യോ അത് പറ്റില്ലല്ലോ അല്ലേ? മരുന്നൊന്നും ഇരിപ്പില്ലേ അവിടെ? ഉണ്ട്, അതൊക്കെ പക്ഷെ അമ്മയുടെ കയ്യിലാണ്. ചോദിച്ചാൽ 100 കൂട്ടം അന്വേഷണം വരും. എനിക്ക് പനിയെന്നെങ്ങാനും പറഞ്ഞാൽ പിന്നെ എന്റെ ബെഡിൽ നിന്നും മാറില്ല. അതാണ് പ്രശ്നം. അന്നേരം ശാലിനി പറയുകയാണ്, എന്നാൽ പിന്നെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാൻ മരുന്ന് ഇപ്പൊ തന്നെ. അതെങ്ങനെ അർജുനേട്ടൻ എത്തിക്കും? ശാലിനിക്ക് നേരെ ഇങ്ങ് കയറി വരാൻ പറ്റില്ലല്ലോ. അതിനൊക്കെ എന്തെങ്കിലും വഴി തെളിയുമെന്നേ. പ്രീതി ഒന്ന് സമാധാനമായിട്ടിരിക്കുക. പ്രീതി പറയുകയാണ്, താങ്ക്സ് ശാലിനി, ഞാൻ നന്നായിട്ട് പേടിച്ചിരിക്കുകയായിരുന്നു, ഇപ്പോഴാണത് മാറിയത്. ഞാൻ ഫോൺ വയ്ക്കുകയാണ്, താങ്ക്സ് എ ലോട്ട്. വണ്ടിയുടെ താക്കോലെടുത്ത ശേഷം ശാലിനി പറയുകയാണ്, അമ്മേ ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം, ഒരു അത്യാവശ്യം ഉണ്ട്. അന്നേരം റെഡിയായി വന്ന ശ്യാമ പറയുകയാണ്, ചേച്ചി ഞാനുമുണ്ട്, എന്നെ കോളേജിലൊന്ന് ഇറക്കിയാൽ മതി. നിന്റെ ഒരുക്കമൊക്കെ കഴിഞ്ഞെങ്കിൽ മാത്രം വന്നാൽ മതി, വെയിറ്റ് ചെയ്യാൻ എനിക്ക് സമയമില്ല. എല്ലാം കഴിഞ്ഞ് ചേച്ചി, എങ്കിൽ വാ എന്ന് പറഞ്ഞ് രണ്ടുപേരും പോവുകയാണ്. പക്ഷെ ശ്യാമയും ശാലിനിയും ഇറങ്ങുമ്പോഴേക്കും വിളക്ക് അണയുകയാണ്. അത് കണ്ട് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ശാരദാമ്മ. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന വസുമതിയാണ്. സത്യഭാമയും എത്തുകയാണ് അവിടേക്ക്. സുരേഷ് പറയുകയാണ്, സ്ത്രീകളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നത് ശരിയല്ല, പക്ഷെ ഒരു പരാതി ഉണ്ടായാൽ രണ്ടുപേരെയും വിളിച്ചു വരുത്തണം. രണ്ടുപേരെയും വിളിച്ചു വരുത്തി കാര്യം സംസാരിക്കുന്നത് അന്വേഷണത്തിന്റെ ആദ്യപടിയാണ്. അതിനാൽ രണ്ടുപേരും സഹകരിക്കണം. മാത്രവുമല്ല, ഇവിടെ ഇപ്പോൾ കാണാതായിരിക്കുന്നത് സംസ്ഥാനത്ത് അറിയപ്പെടുന്ന ഒരു ക്രിമിനൽ വക്കീലിനെ ആണ്. നടപടിയെടുത്തില്ലെങ്കിൽ ഞാൻ കുരുക്കിലാകും. സത്യഭാമ പറയുകയാണ്, പരാതി കിട്ടിയാൽ ആർക്കും ആരെക്കുറിച്ചും പരാമർശം നടത്താം. ഈ സ്ത്രീക്ക് എന്നോട് വ്യക്തിവൈരാഗ്യമുണ്ടെന്നത് ഈ നാട് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. എന്റെ മേൽ ചെളിവാരി എറിയാൻ മാത്രമായി ഇവർ തന്നെ സ്വന്തം മകനെ ഒളിപ്പിച്ചിട്ടുണ്ടാകും, അതാണ് എന്റെ വിശ്വാസം. ഇവർക്കാണല്ലോ അത് ചെയ്യാൻ എളുപ്പവും. ഇത് കേട്ട് വസുമതി ചോദിക്കുകയാണ്, ഓഹോ, അപ്പോൾ വാദിയെ പ്രതിയാക്കുകയാണോ? അതൊക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ എന്നേ ആകാമായിരുന്നു. എന്റെ മകന്റെ കരിയർ തകർത്തുകൊണ്ട് ഞാൻ അവനെ ഒളിപ്പിക്കുമെന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നതെങ്കിൽ തെറ്റിപ്പോയി. അത്തരത്തിലുള്ള ചീപ്പ് പരിപാടികളൊക്കെ ബ്ലേഡുകാരുടെയും വട്ടിപ്പലിശക്കാരുടെയും പരിപാടിയാണ്. കൈ ചൂണ്ടി ദേഷ്യപ്പെട്ട് സത്യഭാമ പറയുകയാണ്, വസുമതി വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് വസുമതിയും ദേഷിക്കുകയാണ്. അന്നേരം സുരേഷ് പറയുകയാണ്, മാഡം പ്ലീസ്, ഇതൊരു പോലീസ് സ്റ്റേഷനാണ്, ഇവിടെ വെച്ചൊരു വഴക്കു വേണ്ട. വസുമതി പറയുകയാണ്, സാർ, എന്റെ മകനെ കാണാനില്ല, അവൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. ഇനിയും ഞാൻ എന്തു നിയന്ത്രണം പാലിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? സത്യഭാമ പറയുകയാണ്, മകനെ കാണാനില്ലെങ്കിലേ അത് അവന്റെ കയ്യിലിരിപ്പുകൊണ്ടാണ്. സ്വന്തം ഭാര്യയുടെ ഗർഭം അലസിപ്പിച്ച് അവനെ പെരുവഴിയിൽ ഉപേക്ഷിച്ച മാന്യനാണ് അദ്ദേഹം. ഒരു ഡിവോഴ്സ് പെറ്റീഷൻ പോലും കൊടുക്കാതെ രണ്ടാം കെട്ട് ആലോചിച്ച ഒരു കേമനായ വക്കീൽ. ഇതൊക്കെയാണ് കയ്യിലിരിപ്പെങ്കിലേ ശത്രുക്കൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ആലോചിച്ചാൽ മതി. വസുമതി പറയുകയാണ്, ശത്രുക്കൾ ഉണ്ടാകും, ഉള്ളത് രണ്ട് ശത്രുക്കൾ, സത്യഭാമ എന്ന നിങ്ങളും നിങ്ങളുടെ മകനും മാത്രം. സത്യഭാമ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നേരിട്ട് പറഞ്ഞിരിക്കും വസുമതി. അതിനുള്ള ചങ്കുറ്റവും തന്റെ ഇടവും ഈ സത്യഭാമയ്ക്കുണ്ട് ഇപ്പോഴും. അറിയാം, പറയുന്നത് ചെയ്യുന്നവളാണ് സത്യഭാമയെന്ന് നിങ്ങൾ പറയാറുണ്ട്. സാർ, ഞാൻ സാക്ഷികളെ നിരത്തി നിർത്താം. ഒരു സന്ദർഭത്തിൽ എന്റെ മകനെ അപായപ്പെടുത്തുമെന്ന് ഇവർ വെല്ലുവിളിച്ചിട്ടുണ്ട്, എന്റെ കൺമുന്നിൽ, എന്റെ വീട്ടിൽ വെച്ച്. അതിനെന്റെ മകൾ ഉൾപ്പെടെ വേറെയും സാക്ഷികൾ ഉണ്ട്. എന്റെ മകളുടെ വിവാഹാലോചന നടക്കുകയായിരുന്നു അപ്പോൾ അവിടെ. ഒരാളെ സംശയിക്കാൻ നേരിട്ടുള്ള ഈ മൊഴി മതി എന്നാണ് എന്റെ വിശ്വാസം. പക്ഷേ ഒരു കൂസലും ഇല്ലാതെ തന്നെ നിൽക്കുകയാണ് സത്യഭാമ. വസുമതി വീണ്ടും പറയുകയാണ്, എന്നിട്ടും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചപ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കുന്നു. അതിന്റെ അർത്ഥം ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇവരെ ചോദ്യം ചെയ്താൽ മാത്രം പോരാ, ആ വീട് സെർച്ച് ചെയ്യണം എന്ന് കൂടിയാണ് എന്റെ ആവശ്യം. അർജുന്റെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട തെളിവുകൾ അവിടെ നിന്നും ലഭിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. സത്യഭാമ പറയുകയാണ്, സെർച്ചെങ്കിൽ സെർച്ച്, പോലീസുകാർക്ക് സ്വാഗതമുണ്ട്. അടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയപ്പെടേണ്ടതുള്ളൂ എന്നാണ് പ്രമാണം. സെർച്ച് ആവാം സാർ, പക്ഷെ എനിക്ക് സമ്മതമാണ്. പക്ഷേ ഒറ്റ കാര്യം, സെർച്ചിൽ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ കണക്ക് പറയേണ്ടി വരും.
സെർച്ച് നടത്തുന്നവരും നടത്തിക്കുന്നവരും. അത് ഞാനങ്ങ് ലോക്കാക്കും എന്നുള്ളത് ഉറപ്പാണ്. കാശ് കടം ചോദിച്ചും സന്ദർശകരായി എത്തുന്ന VIP-കൾക്ക് അകമ്പടി സേവിച്ചും. അങ്ങനെയല്ലാതെ ഈ സത്യഭാമയുടെ വീട്ടിൽ ഇന്നേ വരെ കാക്കിയിട്ടവർ ആരും കയറിയിട്ടില്ല. അതിന്റെ അപമാനം സത്യഭാമ ക്ഷമിക്കില്ല എന്നർത്ഥം. ഏതായാലും ചോദിക്കാനും പറയാനും ഉള്ളതൊക്കെ കഴിഞ്ഞില്ലേ, ഇനി എനിക്ക് പോകാമോ? പോകാം സത്യാമ്മ, ഇവിടത്തെ ഫോർമാലിറ്റി കഴിഞ്ഞു. വസുമതി, നീ പോലീസുമായി വാ എന്റെ വീട്ടിലേക്ക്. ആനയും അമ്പാരിയുമായിട്ട് ഞാൻ അവിടെ കാത്തു നിൽക്കും. കാണാം നമുക്ക് അവിടെ വച്ച്. വസുമതിയെ വെല്ലുവിളിച്ച് അവിടെ നിന്നും പോവുകയാണ് സത്യഭാമ. സത്യഭാമ പോയ ശേഷം വസുമതി പറയുകയാണ്, കണ്ടില്ലേ സുരേഷേ, മകനെ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി പറയാൻ വന്ന എന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലും അവർ വെല്ലുവിളിക്കുകയാണ്. ഉറപ്പായും അവര് തന്നെയാണ് അർജുന്റെ മിസ്സിങ്ങിന് പിന്നിൽ. സത്യഭാമയുടെ വീട് ഇപ്പോൾ തന്നെ സെർച്ച് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം. സോറി ആന്റി, അതിന് അതിൻ്റെതായ ചില നടപടിക്രമങ്ങൾ ഉണ്ട്. സത്യഭാമയെ പോലുള്ള ഒരാളുടെ വീട് വാറന്റൊന്നും ഇല്ലാതെ സെർച്ച് ചെയ്യാൻ പറ്റില്ല. അർജുന്റെ അമ്മയായ ആന്റിക്ക് അത് അറിയില്ല എന്ന് പറയുന്നത് കഷ്ടമാണ്. കൂടുതൽ സമയമെടുത്താൽ അവർ തെളിവുകൾ നശിപ്പിക്കും സുരേഷ്. അതാണ് അവരുടെ ചങ്കുറ്റവും ധാർഷ്ട്യവും. സോറി, നടപടിക്രമങ്ങൾ പാലിച്ച് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റൂ. അതിന് സമയമെടുക്കും, പക്ഷേ അത് പരമാവധി വേഗത്തിലാക്കാൻ ഞാൻ ശ്രമിക്കാം. അവളുടെ മടിയിൽ കനമുണ്ടോന്ന് കാണിച്ചു കൊടുക്കും വസുമതി. ഇനി കുറച്ചു സമയം മതി. പിന്നീട് കാണിക്കുന്നത് റോഡിലൂടെ സ്കൂട്ടി ഓടിച്ചു പോകുന്ന ശാലിനിയാണ്. പെട്ടെന്ന് ശാലിനിയുടെ വണ്ടി പഞ്ചറാവുകയാണ്. വണ്ടി നിർത്തി ശാലിനി പറയുകയാണ്, എന്തുപറ്റി? നാശം പിടിച്ച വണ്ടിക്ക് പണി തരാൻ കണ്ട സമയം. റോഡിലോട്ട് നോക്കി ശാലിനി നിൽക്കുകയാണ്. ഒരു ഓട്ടോ പോലും കാണുന്നില്ലല്ലോ. അർജുനേട്ടനാണെങ്കിൽ മരുന്ന് സമയത്തും എത്തിക്കണമല്ലോ. അന്നേരം അതുവഴി ബുള്ളറ്റിൽ വരികയാണ് വിഷ്ണു. ശാലിനിയെ കണ്ട് വണ്ടി നിർത്തി ഇറങ്ങി വിഷ്ണു ചോദിക്കുകയാണ്, ഇയാൾ എന്താ ഇവിടെ? കറക്റ്റ് സമയത്ത് തന്നെയാണ് ഇയാളുടെ എൻട്രി. എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. ഗ്ലാസ് ഒക്കെ ഊരി വിഷ്ണു ചോദിക്കുകയാണ്, എന്റെ ജീവൻ വരെ ചോദിക്ക്, പറിച്ച് ഞാൻ അങ്ങ് കയ്യിൽ തരും. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, ഇയാൾ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ചോദിക്ക്, എന്തും ചെയ്യാം. അന്നേരം ശാലിനി പറയുകയാണ്, ഞാനേ അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോവുകയായിരുന്നു. അതിനിടയ്ക്ക് വണ്ടി പഞ്ചറായി, എനിക്കൊരു ലിഫ്റ്റ് തന്നാൽ മതി. അന്നേരം വിഷ്ണു പറയുകയാണ്, പറഞ്ഞോളൂ. 7-ാം കടലിന് അക്കരെ വേണമെങ്കിലും കൊണ്ടുവിടാം. പിന്നെ അത്ര ദൂരമൊന്നും ഈ വണ്ടി ഓടില്ല മാഷേ. പിന്നെ എനിക്കിപ്പോ 7-ാം കടലിന് അക്കരെ പോയിട്ട് ഒരാവശ്യവും ഇല്ല. തൽക്കാലം എനിക്ക് സത്യഭാമയുടെ വീട് വരെ ഒന്ന് പോയാൽ മതി. അന്നേരം ഒന്നും ചിന്തിക്കാതെ റെഡി എന്ന് പറഞ്ഞിട്ട് പിന്നീടൊന്ന് പരിശ്രമിച്ച് വിഷ്ണു ചോദിക്കുകയാണ്, എവിടെ? സത്യഭാമയുടെ വീട്ടിൽ. ഇയാൾക്ക് അറിയാമല്ലോ, അവിടെ AC നന്നാക്കാൻ പോയതല്ലേ. ഇനിയിപ്പോ വഴി അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അന്നേരം വിഷ്ണു കരുതുകയാണ്, ബെസ്റ്റ്, എന്റെ വീട്ടിലേക്കുള്ള വഴി നീ എനിക്ക് പറഞ്ഞു തരണം അല്ലേ? അല്ല, ഇയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വല്ല ഓട്ടോയും പിടിച്ചു പൊയ്ക്കോളാം. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷ്ണു പറയുകയാണ്, എനിക്കെന്ത് ബുദ്ധിമുട്ട്? ഓട്ടോ ഒന്നും വേണ്ട, ഇങ്ങോട്ട് കയറി പോകാം. എന്റെ ദൈവമേ എന്നും പറഞ്ഞു വണ്ടി എടുക്കുകയാണ് വിഷ്ണു. വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കുകയാണ് വിഷ്ണു. സ്റ്റിക്കറടിക്കുന്ന വിഷ്ണു പെട്ടെന്ന് അയ്യോ എന്ന് വിളിക്കുകയാണ്. ശാലിനി ചോദിക്കുകയാണ്, എന്തു പറ്റി? സ്റ്റിക്കറിലിട്ടടിച്ചു എന്നും പറഞ്ഞ് വണ്ടിയിൽ നിന്നും പതിയെ ഇറങ്ങുകയാണ് വിഷ്ണു. വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞൊണ്ടി ഞൊണ്ടി ഒരു സൈഡിലേക്ക് ഇരിക്കുകയാണ് വിഷ്ണു. കൂടെ ശാലിനിയും വന്നിരിക്കുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, നല്ല വേദനയുണ്ടോ? ഉണ്ട്. ഈ കാലം വെച്ച് എങ്ങനെയാ ബുള്ളറ്റ് ഓടിക്കുന്നത്? ഞാനങ്ങ് ഓടിച്ചാലോ? അന്നേരം വിഷ്ണു ചോദിക്കുകയാണ്, ഇയാളോ? അതെ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഓടിക്കാനൊക്കെ അറിയാമെന്ന്. വണ്ടി ഒന്നുകൂടി നോക്കിയിട്ട് ശാലിനി പറയുകയാണ്, ഇതേ മോഡലിലുള്ള ബുള്ളറ്റ് ഞാൻ ഓടിച്ചിട്ടുണ്ട്. അന്നേരം വിഷ്ണു അന്ന് ശാലിനി തന്റെ ബുള്ളറ്റ് എടുത്തുകൊണ്ടുപോയ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. അതിനുശേഷം വിഷ്ണു പറയുകയാണ്, അത് ഞാൻ മറന്നു, എന്നാൽ താൻ ഓടിച്ചോ, വാ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ കൈകൊടുത്ത് എഴുന്നേൽപ്പിക്കുകയാണ് ശാലിനി. ഷാളൊക്കെ കെട്ടി വണ്ടിയിലേക്ക് കയറിയിരുന്ന് പെട്ടെന്ന് കിക്കറടിക്കുകയാണ് ശാലിനി. എന്നിട്ട് പറയുകയാണ്, ദാ ഇങ്ങനെയാണ് കിക്കറടിക്കുന്നത്. ഇങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണ് വിഷ്ണു. ശാലിനി പറയുകയാണ്, കളിയാക്കുകയൊന്നും വേണ്ട. ഓ ശരി, ഇനി ശ്രദ്ധിച്ചോളാം. അന്നേരം ശാലിനി പറയാണ്, കോമഡി നിർത്തി ഇങ്ങോട്ട് കേറിക്കേ. വിഷ്ണു കയറിയിരുന്ന ശേഷം ശാലിനി പറയുകയാണ്, ഇനി നേരെ ചൊവ്വെ ഓടിക്കുന്നത് കൂടി നോക്കി പഠിച്ചോ. വിഷ്ണു പറയുകയാണ്, ഓ ശരി ശരി. ശാലിനിയുടെ തോളിൽ പിടിക്കാൻ വിഷ്ണു ആദ്യമൊന്നും മടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് പിടിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അതെ, സ്പീഡ് കൂടിയാൽ എനിക്ക് പേടിയാണ്, അതുകൊണ്ടാണ്. ശാലിനി പറയാണ്, ശരി ശരി, പിടിച്ചിരുന്നോളണം. വളവും തിരിവും ഗട്ടറും ഒക്കെയുള്ള റോഡാണ്. ആ ഓക്കെ ഓക്കെ എന്ന് പറയുകയാണ് വിഷ്ണു. വിഷ്ണു ചോദിക്കുകയാണ്, അല്ല, ഇയാൾക്ക് എന്താ സത്യഭാമയുടെ വീട്ടിൽ കാര്യം? പണം കടം വാങ്ങാൻ ആണോ? അത് പറഞ്ഞാൽ അതൊരു നീണ്ട കഥയാണ്, പറഞ്ഞാൽ ഇയാൾക്ക് മനസ്സിലാകില്ല. നീണ്ട കഥയാണെങ്കിൽ വേണ്ട, ഒരു മിനിമം കഥയായിട്ട് കേൾക്കാനുള്ള ക്ഷമയെ ഇപ്പോൾ എനിക്ക് ഉള്ളൂ. അതാണ് ഇയാളോട് പറയാത്തത്. കാണുമ്പോഴേ അറിയാം മിനി കഥയുടെ ആളാണെന്ന്. തിരിച്ചുകൊണ്ട് വിഷ്ണു പറയുകയാണ്, അങ്ങനെയൊന്നുമില്ല, ഈ യാത്രക്കിടയിലാണെങ്കിലേ നമുക്ക്. അന്നേരം ശാലിനി പറയുകയാണ്, മനസ്സിലായി മനസ്സിലായി.
ശാലിനി കേൾക്കാതെ വിഷ്ണു പറയുകയാണ്, എന്ത് മനസ്സിലായോ എന്തോ, എടി പെൺകൊച്ചെ, എനിക്ക് നിന്നോട് കട്ടപ്രേമമാണെന്ന്. അത് നീ ആദ്യം മനസ്സിലാക്ക എന്ന് പറഞ്ഞ് വീണ്ടും ശാലിനിയെ തന്നെ നോക്കി ശ്രദ്ധിച്ചിരിക്കുകയാണ് വിഷ്ണു. വിഷ്ണുവിന്റെ വീടിന്റെ ഗേറ്റിൽ വണ്ടി നിർത്തി ശാലിനി പറയുകയാണ്, ഇറങ്ങ്. ശാലിനിയും വണ്ടി നിർത്തി ഇറങ്ങി മരുന്നെടുത്ത ശേഷം വിഷ്ണുവിനോട് ചോദിക്കുകയാണ്, ഇയാൾ ഇതുവഴി പോകുമോ അതോ? വിഷ്ണു പറയാണ്, ഇല്ല, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. അത് ബുദ്ധിമുട്ടാകില്ലേ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം. എങ്കിൽ ശരിയെന്നും പറഞ്ഞ് ഗേറ്റിനകത്തേക്ക് കടക്കുകയാണ് ശാലിനി. ശാലിനി പോകുന്നത് നോക്കി നിന്ന് വിഷ്ണു പറയുകയാണ്, മരുന്ന് പാക്കറ്റൊക്കെ ഉണ്ടല്ലോ കയ്യിൽ. ശാലിനി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഉമ്മറത്ത് തന്നെ ഇരിക്കുകയാണ് രാഘവൻ നായർ. പ്രീതി എവിടെ അങ്കിൾ? മോള് മുകളിലുണ്ട്. മുകളിലേക്ക് കയറി പോവുകയാണ് ശാലിനി. പ്രീതി എന്ന് വിളിച്ച് വാതിൽ തട്ടുമ്പോൾ പെട്ടെന്ന് വാതിൽ തുറക്കുകയാണ് പ്രീതി. ശാലിനി ചോദിക്കുകയാണ്, പനി കുറവില്ലേ? ഇല്ല ശാലിനി. നീ ടാബ്ലറ്റ് കൊടുക്കാന്നും പറഞ്ഞ് മരുന്ന് പ്രീതിയുടെ കയ്യിൽ കൊടുക്കുകയാണ് ശാലിനി. ഗേറ്റിന്റെ വെളിയിൽ തന്നെ നിന്ന് ശാലിനിയെ നോക്കി നിൽക്കുകയാണ് വിഷ്ണു. അതേസമയം സത്യഭാമയുടെ വണ്ടി അവിടേക്ക് വരികയാണ്. വിഷ്ണു ഗേറ്റിനടുത്ത് നിൽക്കുന്നത് കണ്ട് വണ്ടി നിർത്തി സത്യഭാമ ചോദിക്കുകയാണ്, എന്താടാ നീ ഇവിടെ നിൽക്കുന്നത്? അത് ദാസൻ വരാമെന്ന് പറഞ്ഞു. അവനെ എതിരേൽക്കാൻ ആള് വേണമോ? അകത്ത് കയറിയിരിക്കുക. ആ ശരിയമ്മ എന്ന് പറയുകയാണ് വിഷ്ണു. സത്യഭാമയുടെ വണ്ടി വരുന്നത് കണ്ട് ആകെ പരിഭ്രമിക്കുകയാണ് രാഘവൻ നായർ. അടുത്ത് നിന്ന് വിഷ്ണു പറയുകയാണ്, എന്റെ ഈശ്വര, ആകെ പെട്ടല്ലോ. ശാലിനി എവിടെ വെച്ച് അമ്മ കണ്ടാൽ അർജുനും പ്രീതിക്കും അത് പ്രശ്നമാകും. ഞാനെങ്ങാനും സത്യഭാമയുടെ മകനാണെന്നറിഞ്ഞാൽ അതിനേക്കാൾ പ്രശ്നമാകും. എന്റെ ഈശ്വര എന്ന് പറഞ്ഞ് സത്യഭാമയുടെ വണ്ടിയുടെ അടുത്തേക്ക് എത്തുകയാണ് വിഷ്ണു. വണ്ടിയിൽ നിന്നും ഇറങ്ങി സത്യഭാമ പറയുകയാണ്, ആ രാമചന്ദ്രൻ നായർ നമ്മുടെ കടമെല്ലാം വീട്ടിയിട്ടുണ്ട്. അയാളുടെ ആധാരമൊക്കെ എത്രയും പെട്ടെന്ന് തിരികെ കൊടുക്കണം. അതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ നിൽക്കുകയാണ് വിഷ്ണു. അകത്തേക്ക് നോക്കി പരിഭ്രമിച്ച് നിൽക്കുന്ന വിഷ്ണുവിനെ വിഷ്ണു എന്ന് വിളിക്കുകയാണ് സത്യഭാമ. ഞാൻ പറഞ്ഞത് നീ കേട്ടോ? അമ്മ എന്താ പറഞ്ഞത്? ആ രാമചന്ദ്രൻ നായരുടെ വീടിന്റെ ആധാരം തിരിച്ചു കൊടുക്കണമെന്ന്. അത് നിന്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്? അതെ അതെ എന്നൊക്കെ തലയാട്ടുകയാണ് വിഷ്ണു. എങ്കിൽ പോയി എടുത്തുകൊണ്ടുവാ, ഇപ്പൊ എടുക്കാം. അതേസമയം അർജുന് മരുന്ന് കൊടുക്കുകയാണ് പ്രീതി. അകത്ത് കയറാതെ വെളിയിൽ തന്നെ നിന്നുകൊണ്ട് പ്രീതിയെ ഫോൺ ചെയ്യുകയാണ് വിഷ്ണു. ഏട്ടനാണല്ലോ എന്ന് പറഞ്ഞ് പ്രീതി ഫോൺ എടുക്കുകയാണ്. ഹലോ ഏട്ടാ. എടി പ്രീതി, ഒരു പ്രശ്നമുണ്ട് ഇവിടെ. എന്താ? ശാലിനിയില്ലേ നിന്റെ റൂമിൽ? ഉണ്ട്. എടി അമ്മ താഴെ എത്തിയിട്ടുണ്ട്. അമ്മയോ എന്ന് പറഞ്ഞ് പരിഭ്രമിക്കുകയാണ് പ്രീതി. പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുകയാണ് പ്രീതി. ശാലിനി ചോദിക്കുകയാണ്, എന്താ പ്രീതി? അമ്മ വന്നിട്ടുണ്ട്. ഈ റൂമിലേക്കാണ് വരുന്നതെന്ന് തോന്നുന്നു. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് അർജുൻ. പ്രീതി പറയുകയാണ്, ശാലിനി തൽക്കാലം എവിടെയെങ്കിലും ഒളിക്ക്. അപ്പൊ അർജുനേട്ടനോ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ പ്രീതി പറയുകയാണ്, അത് ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം, നീ ചെല്ല്. പ്രീതിയുടെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് ശാലിനി. ശാലിനി താഴേക്ക് പോകാനൊരുങ്ങുമ്പോൾ പ്രീതിനെ വിളിച്ചുകൊണ്ട് സത്യഭാമ മുകളിലേക്ക് കയറുകയാണ്. അതേസമയം വിഷ്ണു മുകളിലേക്ക് കയറുകയാണ്. ശാലിനി പെട്ടെന്ന് വിഷ്ണുവിന്റെ റൂമിൽ കയറി കടകടക്കുകയാണ്. പെട്ടെന്ന് വിഷ്ണുവും വന്ന് വിഷ്ണുവിന്റെ മുറിയിലേക്ക് കയറുകയാണ്. വിഷ്ണുവിനെ കണ്ട് ശാലിനി ചോദിക്കുകയാണ്, ഇയാളോ? പക്ഷെ ചുവരിൽ തൂക്കിയിരിക്കുന്ന ഫോട്ടോയൊന്നും ശാലിനി ശ്രദ്ധിക്കുന്നില്ല. ശാലിനി വീണ്ടും ചോദിക്കുകയാണ്, ഇയാളെന്താ ഇവിടെ? അതെ, ഇന്നലെ വന്നപ്പോഴേ ഈ റൂമിലെ AC ശരിയായില്ല, അതാണ് വീണ്ടും വന്നത്. ഞാൻ താഴെ നിൽക്കുന്നത് കണ്ടപ്പോൾ സത്യാമ്മ എന്നെ കൈയോടെ പിടിച്ചു. റിപ്പയർ ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ശാലിനി ചോദിക്കുകയാണ്, അതെ, എനിക്കൊരു സഹായം ചെയ്തു തരുമോ? എന്താ? അതേസമയം പ്രീതിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുകയാണ് സത്യഭാമ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.